പാലോട് നവവധു ഇന്ദുജയുടെ ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക്. മരിച്ച ഇന്ദുജയെ അജാസാണ് കൂടുതൽ ഉപദ്രവിച്ചത് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. യുവതിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് അജാസിന്റെ ഗൂഢാലോചനയാണോ എന്നാണ് പോലീസിന് സംശയം. ഇന്ദുജയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന അജാസ് യുവതിയുടെ ഫോൺ വിവരങ്ങളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിലെ ആസൂത്രണമാണ് പോലീസ് സംശയിക്കുന്നത്. ഇന്ദുജയുടെ മൊബൈൽ ഫോൺ അജാസ് ഫോർമാറ്റ് ചെയ്തിരുന്നു. ആത്മഹത്യയ്ക്ക് പിന്നാലെയാണ് ഫോൺ ഫോർമാറ്റ് ചെയ്തത് എന്നാണ് പോലീസിന്റെ സംശയം. തെളിവ് നശിപ്പിച്ചത് തന്നെയാണെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അജാസ് ആത്മഹത്യ ചെയ്ത ഇന്ദുജയുടെയും ഭർത്താവ് അഭിജിത്തിന്റെയും സുഹൃത്തായിരുന്നു. ഇന്ദുജയുടെ ഫോണിന്റെ പാസ്വേഡ് ഉൾപ്പെടെ അജാസിന് അറിയാമായിരുന്നു. അജാസിനെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസ് നീക്കം. ഇന്ദുജ ആത്മഹത്യയ്ക്ക് മുൻപ് അവസാനം ഫോണിൽ വിളിച്ചത് അജാസിനെയായിരുന്നു. കേസിൽ ഭർത്താവ് അഭിജിത്തിന്റെയും അജാസിന്റെയും അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. അഭിജിത്താണ് കേസിലെ 1-ാം പ്രതി. അജാസിനെ 2-ാം പ്രതിയാക്കിയാണ് കേസ് എടുത്തിരിക്കുന്നത്. അജാസ് മർദ്ദിക്കുന്നത് കണ്ടെന്നാണ് ഭർത്താവ് അഭിജിത്ത് മൊഴി നൽകിയത്. കേസിൽ അറസ്റ്റിലായ ഇരുവരെയും റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ അജാസിന്റെ സാന്നിധ്യമാണ് കേസിന് വഴിത്തിരിവായതും അറസ്റ്റിലേക്ക് വഴിതെളിച്ചത്. അഭിജിത്തും ഇന്ദുജയും വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇന്ദുജയുടെ സുഹൃത്തുക്കളെ ബന്ധപ്പെടുത്തി ഇവർ തമ്മിൽ വാക്കുതർക്കങ്ങൾ നടന്നിരുന്നതായി പോലീസ് പറയുന്നു. ഗാർഹിക പീഡനം ആരോപിച്ച് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും അതിന് തെളിവില്ലെന്നും ഇന്ദുജയുടെ ദേഹത്ത് കണ്ട പാടുകൾ അജാസ് മർദ്ദിച്ചത് മൂലമാണെന്നും പറയുന്നു. കാട്ടാക്കട ഡിവൈഎസ്പി എൻ ഷിബു, പാലോട് SHO അനീഷ് കുമാർ, SIമാരായ റഹീം, രാജൻ എന്നിവരുടെ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ഇന്ദുജയുടെ മരണവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത ഭർത്താവ് അഭിജിത്തിന്റെ മൊഴിയിൽ അജാസിന്റെ പേര് കടന്നു വന്നതാണ് കേസിന് വഴിത്തിരിവായി മാറിയത്. മരിക്കുന്നതിന് 3 ദിവസത്തിന് മുൻപ് അജാസ് ഇന്ദുജയെ ശംഖുമുഖത്ത് കൊണ്ടുപോയി കാറിൽ വെച്ച് മർദ്ദിച്ചതായി അഭിജിത്ത് പോലീസിനോട് പറഞ്ഞു. ആദ്യം നിഷേധിച്ച അജാസ് പിന്നീട് അത് സമ്മതിച്ചുവെന്ന് പറയുന്നു. ഇന്ദുജ മരിക്കുന്നതിന് മുൻപ് ആരെയോ ഫോൺ ചെയ്തതായി അഭിജിത്തിന്റെ അമ്മൂമ്മ പറഞ്ഞതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അജാസിനെയാണ് വിളിച്ചതെന്ന് സൂചനയുണ്ട്. അറസ്റ്റ് നടന്നെങ്കിലും അജാസിന്റെ പങ്കും അനുബന്ധ വിഷയങ്ങളും കൂടുതൽ പ്രതികളുണ്ടോ എന്നതടക്കം കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കുമെന്ന് പോലീസ് പറഞ്ഞു. അന്വേഷണം നെടുമങ്ങാട് ഡിവൈഎസ്പി ഏറ്റെടുത്തിട്ടുണ്ട്. അഭിജിത്തിന്റെയും ഇന്ദുജയുടെയും കോമൺ ഫ്രണ്ടാണ് അജാസ്. ആത്മഹത്യ ചെയ്ത ദിവസം പെൺകുട്ടിയെ അവസാനമായി കണ്ടത് മറ്റാരോ ആയി ഫോണിൽ കൂടി സംസാരിക്കുമ്പോഴായിരുന്നുവെന്നാണ് അഭിജിത്തിന്റെ ബന്ധു പോലീസിനോട് പറഞ്ഞത്. ഇത് അജാസിനോടായിരുന്നുവെന്ന് ഫോൺ പരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്തു. അജാസിനോട് സംസാരിച്ച് തൊട്ടു പിന്നാലെയാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് വിവരം. അജാസും അഭിജിത്തും ചേർന്ന് പെൺകുട്ടിയെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി നടത്തിയ നാടകം ഒടുവിൽ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്നാണ് സൂചനകൾ. ജാതി ചൂണ്ടിക്കാണിച്ച അഭിജിത്തിന്റെ കുടുംബം ഇരുവരുടെയും വിവാഹത്തിന് എതിർത്തിരുന്നുവെന്ന് ഇന്ദുജയുടെ വീട്ടുകാർ ആരോപിച്ചിരുന്നു. എന്നാൽ അഭിജിത്തിനെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണിപ്പോൾ സുഹൃത്തിന്റെയും പങ്ക് വ്യക്തമാകുന്നത്. കൊടിയ ജാതി പീഡനം നടന്നുവെന്നാണ് വ്യക്തമാകുന്നത്. കാറിൽ വെച്ച് അജാസ് മർദ്ദിച്ചിട്ടും അഭിജിത്ത് പ്രതികരിക്കാത്തത് തന്റെ ജീവിതത്തിൽ നിന്നും ഇന്ദുജ ഒഴിഞ്ഞു പോകണമെന്ന സന്ദേശം നൽകാനായിരുന്നു.